അങ്ങനെ ആയുസിന്റെ 1 വർഷം കൂടി കടന്നു പോവാണ്. എന്റെ ദൈവമേ, ഞാനൊക്കെ ഇത് എങ്ങോട്ടാണ്? ഒരറിവുമില്ല. എന്നാലും പോകുന്നിടത്തോളം പോട്ടെ, അല്ലേ? ഈ ബർത്ത്ഡേകളൊക്കെ ആഘോഷമാക്കുന്നതിന്റെ പുറകില് നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പക്ഷെ ഞാൻ ഇതൊക്കെ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നത്. എന്താണെങ്കിലും രാവിലെ ഒന്ന് പള്ളിയിലൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. നേഴ്സിംഗ് കോളേജിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടൊരു കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു അതെനിക്ക്. കാരണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കേക്ക് മുറി തന്നെ ഉണ്ടാവുന്നത്. ആ സർപ്രൈസ് ഒരിക്കലും ഞാൻ മറക്കത്തില്ല, അത് തന്ന ഫ്രണ്ട്സിനെയും. ഇത് വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ. ശരിയാണ്, ഇത്രയും പ്രായമൊക്കെ ആയി, ഇത് വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഈ ഒരു ദിവസം ദൈവത്തിനോടൊരു നന്ദി വാക്കെങ്കിലും പറയണം. കാരണം ഇത്രയും പ്രായമായി, അപ്പോൾ ആ പ്രായത്തിന്റെ ഇടയിൽ സന്തോഷവും സങ്കടവും ഒക്കെ ആയിട്ട് ഇവിടെ വരെ എത്തിച്ച ദൈവത്തിനോട് ഒരു നന്ദി വാക്കെങ്കിലും പറയണം. ഈ കഴിഞ്ഞുപോയ വർഷങ്ങളിലെല്ലാം ചെറിയ രീതിയിലാണെങ്കിലും ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എല്ലാ ബർത്ത്ഡേകളിലും ഓരോ പ്ലാനിങ്ങുകൾ കെട്ടിയവനാണെങ്കിലും ഉണ്ടാവും. ഇത്തവണ അങ്ങനെ ഒരു പ്ലാനിംഗ് ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ദൈവത്തിനോട് നന്ദി വാക്കുകൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി മുന്നോട്ടും തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദിയും, ഒപ്പം കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും, പോയവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് അവിടുന്ന് പതുക്കെ ഇറങ്ങി.